നമസ്കാരം. പിണറായി വിജയനെ പറ്റി പറയുമ്പോൾ വാ തുറന്നാൽ കള്ളം പറയുന്ന പരമ തെണ്ടിയാണ്, പരമ ചെറ്റയാണ്, പരമനാറിയാണ് അദ്ദേഹമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറ്റുള്ളവരെ പറ്റി പരമനാറി, പരമതെണ്ടി, പരമചെറ്റ എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹമല്ലേ ചെറ്റ, അദ്ദേഹം അല്ലേ യഥാർത്ഥ തെണ്ടി, യഥാർത്ഥ പരമനാറി, അല്ലെങ്കിൽ നികൃഷ്ടജീവി അദ്ദേഹം തന്നെയല്ലേ? കേരളത്തെ അദ്ദേഹം ജനങ്ങളെ പറ്റിച്ച്, കേരളത്തെ മൊത്തം പറ്റിച്ച് കൊള്ള ചെയ്യുന്ന ഒരാളായിരുന്നു പിണറായി വിജയൻ. എവിടെ കിട്ടിയാലും മോഷ്ടിക്കണം. അതിന് കൂട്ടായി അദ്ദേഹത്തിൻ്റെ മകളുമുണ്ട്, മകനുമുണ്ട്. രണ്ട് മക്കളെയും പഠിപ്പിച്ചിരിക്കുന്നത് മോഷ്ടിക്കാനും തട്ടിപ്പ് നടത്താനാണ്. ലോകത്തിലൊരു കള്ളൻ പോലും അങ്ങനെ ചെയ്യില്ല. സ്വന്തം മക്കളെ സ്നേഹിക്കും, അവരെ യാതൊരു കുഴപ്പത്തിനും ചെന്ന് ചാടായിരുന്നു ആഗ്രഹിക്കും. എന്നിട്ട് അവരെ നല്ല സ്ഥലത്ത് നിങ്ങളിങ്ങനെ തട്ടിപ്പും വെട്ടിപ്പിലൊന്നും കുടുങ്ങരുത്. എന്നിട്ട് നമ്മൾ ജനിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ കുട്ടികൾ വളർന്നു വരുമ്പോൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട്. നിങ്ങളാരും തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങൾ നല്ല രൂപത്തിൽ ജീവിക്കണം, സമൂഹത്തിന് മാതൃകയാവണം, നിങ്ങളെ ലോകത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന മിടുക്കന്മാരായി വളരണം എന്നൊക്കെ. എന്നാൽ പിണറായി വിജയൻ പഠിപ്പിക്കുന്നതിൽ ഏത് വഴി സ്വീകരിച്ചിട്ടും പഠിപ്പിച്ചു. അതായത് നമുക്കറിയാം, മകളെ പഠിപ്പിച്ചത് ശാസ്ത്രീയ മെഡിക്കൽ കോളേജിൽ സമരം നടക്കുമ്പോൾ ഊത്തുപറമ്പിൽ വെടിയേറ്റ് 5 പേര് മരിച്ചു. പുഷ്പനെ അറിയാമോ എന്നൊക്കെ ചോദിച്ച് പുഷ്പനെ ശരശയിൽ കിടത്തി കുറേ കാലം അതും വിറ്റ് പൈസയാക്കി കുറേ കാലം പണ്ടൊക്കെ പിരിച്ചു. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ അതേ സമയത്ത് അമൃതാനന്ദമയി മഠത്തിൽ ചെന്ന് അമൃതാനന്ദമയിനെ കണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഫ്രീ ആയിട്ട് ശാസ്ത്രീയ മെഡിക്കൽ കോളേജായ കോയമ്പത്തൂരിലെ അമൃത മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് സീറ്റ് മേടിച്ചു. പിന്നെ അവിടെ രാജകീയമായിട്ടാണ് അവർ ജീവിച്ചത്. PNC മേനോൻ്റെ വീട്ടിലാണ് ഇൻറ്റേൺഷിപ്പ് ചെയ്തത്, ഇവിടെ ബാംഗ്ലൂർ. അങ്ങനെ മുതലാളിത്തത്തിൻ്റെ എല്ലാ പാതയിലൂടെയാണ് മകളെ വളർത്തിയതെങ്കിൽ പിന്നീട് തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. ലോക കുപ്രസിദ്ധ ഇൻ്റർനാഷണൽ ക്രിമിനലായ മുമ്പത്തെ സാന്റാമോണിക്കയുടെ MD ഒക്കെ ആയിരുന്ന ഡെന്നി തോമസ് ചെമ്പഴയുടെ കൂട്ടാണ് ഇവർക്ക്. ഡെന്നി തോമസ് ചെമ്പഴയുടെ കൂടെ തന്നെ അവർ താമസിച്ചിട്ടുണ്ട്. കൂത്താട്ടുകുളത്തും എറണാകുളത്തും ഒക്കെ താമസിച്ചിട്ടുള്ള വിവരങ്ങളും വിദേശത്ത് അവരുടെ കൂടെ പോയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തി പോകും. അവർ എല്ലാ തരത്തിൽ കഴിഞ്ഞ ഭരണകാലത്ത് എന്താ ചെയ്തത്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ പ്രത്യേകമായി ഓരോ ബിസിനസ്സുകാരെയും പ്രോജക്റ്റിൻ്റെ ആൾക്കാരും വരും, ഇത്ര കമ്മീഷൻ ഉറപ്പിക്കും. വിദേശത്ത് പിണറായി വിജയനുള്ള എല്ലാ സമ്പാദ്യങ്ങളുടെയും പൂർണ്ണമായ വിവരങ്ങൾ 2 പേർക്കറിയാം. ഒന്ന് മകൾക്ക്, ഒന്ന് വിവേക് തായ്ക്കണ്ടിക്ക്. പിന്നെ ഭാര്യയ്ക്ക് അത്രമാത്രം അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പം ഇവരെ ഇത്രയും വലിയ കൊള്ളക്കാരാക്കി മാറ്റിയതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് വേണമെങ്കിൽ പറയും. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ വിവരം, ലൈഫ് മിഷൻ തട്ടിപ്പിൽ മകനും പങ്കുണ്ടെന്നുള്ള വിവരമാണ്. അതെ, ലൈഫ് മിഷൻ തട്ടിപ്പിൽ വിവേക് തായ്ക്കണ്ടിയും പങ്കുണ്ട്. നമ്മൾ നേരത്തെ കേട്ടത് എന്താണ് ലൈഫ് മിഷൻ തട്ടിപ്പ്? വടക്കാഞ്ചേരി. അതിന് വളരെ വ്യക്തമായി പറഞ്ഞാൽ, വടക്കാഞ്ചേരിയിൽ പ്രളയ ദുരിതാശ്വാസത്തിൽപ്പെട്ട ആളുകൾക്ക് UAE റെഡ് ക്രസൻറ്റ് എന്ന് പറയുന്ന റെഡ് ക്രോസിനെ പോലുള്ള ഒരു സന്നദ്ധ സംഘടന ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇന്ത്യൻ നിയമപ്രകാരം, FCRA നിയമപ്രകാരം, ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരം ഫണ്ട് വരണമെങ്കിൽ ലൈഫ് മിഷൻ്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് വരണം. ആ അക്കൗണ്ട് പ്രത്യേകമായി തുടങ്ങണം. അതാണ് നിയമം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം. എന്നാൽ പിണറായി വിജയൻ ചെയ്തെന്താ, അങ്ങനെ ചെയ്താൽ കണക്കും കാര്യങ്ങളൊക്കെ വരുമല്ലോ, അങ്ങനെ കമ്മീഷൻ അടിച്ചു മാറ്റാൻ പറ്റില്ല. യൂണിടെക് എന്ന് പറയുന്ന സന്തോഷ് ഷിപ്പിൻ്റെ കമ്പനിക്ക് കരാറും കൊടുത്തു, ഒരു ടെൻഡറും വിളിക്കാതെ. എന്നിട്ടോ ആ കമ്പനിയിലേക്ക് ഫണ്ട് അയപ്പിച്ചു. ആരാണ് അങ്ങനെ പറയേണ്ടത്? ലൈഫ് മിഷൻ്റെ ചെയർമാനാണ്. ചെയർമാനും വൈസ് ചെയർമാനായ AC മൊയ്തീനെ അറിയാതെ ഫണ്ട് മാറ്റാൻ പറ്റില്ല. അങ്ങനെ അതിലേക്ക് 21 കോടി രൂപ അയപ്പിച്ചു. അതിൽ 11 കോടി രൂപ അടിച്ചു മാറ്റി. 10 കോടി റുപ്യ ചിലവാക്കിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് വടക്കാഞ്ചേരി ഫ്ലാറ്റ് നിർമ്മാണത്തിൽ 2018 പ്രളയത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിർമ്മിക്കാൻ ഇതാക്കിയ ആ ഇതിൽ ഉണ്ടാക്കിയ വീടുകളെല്ലാം തന്നെ, ഫ്ലാറ്റുകളെല്ലാം തന്നെ ശരിയായ വിധത്തിലെല്ലാം മാത്രമല്ല 11 കോടി രൂപ ഓരി വെച്ചു. മകൾക്ക് വേണ്ടിയുള്ള 1 കോടി റുപ്യയാണ് നമ്മളെ സ്വപ്ന സുരേഷിൻ്റെ അക്കൗണ്ടിൽ ബാങ്കിലെ ലോക്കറിൽ സൂക്ഷിച്ച് വെച്ചിരുന്നത്. പിടിച്ചപ്പം പാവം സ്വപ്ന സുരേഷ് കുടുങ്ങി. യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? മോൾക്കായിരുന്നു 1 കോടി റുപ്യ സൂക്ഷിച്ച് വെച്ചത്. ഇതേപോലെ ശിവശങ്കറിൻ്റെ പേരിലായിരുന്നു വേറെ പൈസ സൂക്ഷിച്ച് വെച്ചത്. എന്നാൽ ആരാ രക്ഷപ്പെട്ടത്? ഇപ്പം സ്വപ്ന സുരേഷ് പ്രതിയായി, പിന്നെ സന്തോഷ് ഇപ്പം പ്രതിയായി, പിന്നെ അങ്ങനെ ഇവരെല്ലാം പ്രതിയായി. യഥാർത്ഥത്തിൽ പ്രതിയാവേണ്ട ആളാരാ? ഇത് കൃത്യമായിട്ട് പൈസ അയക്കേണ്ട ആളാണ്, അയപ്പിച്ച ആളാണ്. ലൈഫ് മിഷനിലേക്ക് വരേണ്ട പണം അതിലേക്ക് വരുത്താതെ തീരുമാനമെടുക്കാൻ ആർക്കേ കഴിയുള്ളൂ? പിണറായി വിജയൻ മാത്രമേ കഴിയുള്ളൂ. അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആണ് ചെയർമാൻ, വൈസ് ചെയർമാൻ AC മൊയ്തീൻ. ഇവർ 2 പേരും അറിയാതെ യാതൊരു തരത്തിലും ഒരു ഇടപാട് നടത്തില്ല. അപ്പം യഥാർത്ഥ പ്രതികളായ, ഗൂഢാലോചന മുഖ്യ പ്രതികളായ പിണറായി വിജയനും AC മൊയ്തീനുമാണ് യഥാർത്ഥ പ്രതികൾ. ഇതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ അതിന് പരാതിക്കാരനായ
നമ്മുടെ അനിലക്കരയുമായി സംസാരിച്ചു. അദ്ദേഹം വളരെ സുവ്യക്തമായി പറഞ്ഞു, ഇതങ്ങനെ പിണറായി വിജയൻ രക്ഷപ്പെടാമെന്ന് കരുതേണ്ട, ഞാനാണ് പരാതിക്കാരൻ. ആ കേസ് കേന്ദ്ര ഗവൺമെൻറ് അട്ടിമറിച്ചതാണ്. ഇപ്പോൾ 10 വർഷം, 2018 കേസ് ഇപ്പോൾ 2026 8 വർഷമായിട്ട് കേസ് എവിടെ എത്തിയില്ല. ആ കേസ് സുപ്രീം കോടതി വരെ പരിഗണിച്ചതാണ്. അതുപോലെ CBI അന്വേഷിച്ചു. CBI എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ചട്ടുകമാണ്. അതുപ്രകാരം സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി, യഥാർത്ഥ പ്രതിയെ മാപ്പുസാക്ഷിയാക്കേണ്ട സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി പിണറായി വിജയനെ രക്ഷപ്പെടുത്താമെന്ന് കരുതേണ്ട. പിണറായി വിജയൻ പ്രതിയാകും, യാതൊരു സംശയമുണ്ട്. മാത്രമല്ല വിവേക് തൈക്കണ്ടിയും അറസ്റ്റിലാകും. 5 കോടി രൂപ അതിൽ വിവേക് തൈക്കണ്ടിയാണ് എൻ്റെ അക്കൗണ്ടിലേക്കാണ് പോയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബാക്കി ഉള്ള പണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല സ്വപ്ന സുരേഷിൻ്റെ അക്കൗണ്ട്, ശിവശങ്കറിൻ്റെ അക്കൗണ്ട്, അങ്ങനെ പലരുടെ അക്കൗണ്ടിലേക്കാണ് എത്തിപ്പെട്ടത്. എന്തായാലും ഈ തട്ടിപ്പിലെ യഥാർത്ഥ വില്ലൻ പിണറായി വിജയനാണ് എന്ന് കൃത്യമായി അനിലക്കരെ പറയുകയാണ്. നമുക്ക് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം അനിലക്കര. നമസ്കാരം. താങ്കൾ കൊടുത്ത പരാതി പ്രകാരം ലൈഫ് മിഷൻ പദ്ധതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ 6 പ്രതികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, സ്വപ്ന സുരേഷ് അടക്കം. താങ്കൾ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല, ഇതിനകത്ത് നമ്മൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിട്ട് കുറ്റപത്രമാണ് സമർപ്പിച്ചത്. ഇതിനകത്ത് ഫുൾ ഫ്ലഡ്ജിൽ അന്വേഷണം നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ വിജിലൻസ് അന്വേഷണം വേണ്ടാന്ന് തീരുമാനിക്കുകയും ആ ഫയലുകൾ മുഴുവൻ കൈമാറി FCRയും അതുപോലെ തന്നെ ഗൂഢാലോചനയും അഴിമതി നിരോധനവും എല്ലാം കൂടി വിജിലൻസിന്റെ കയ്യിലുണ്ടായിരുന്ന അന്വേഷണം കൂടി പൂർണ്ണമായും മാറ്റി, പൂർണ്ണമായും അത് CBIക്ക് കൊടുത്ത് കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ അന്വേഷണം നടത്താൻ ഉറപ്പായിട്ടും പിണറായി വിജയനും AC മൊയ്തീനും ശിവശങ്കറിനൊക്കെ ഈ പ്രതിസ്ഥാനത്ത് വരും. ആ അന്വേഷണം അതിലേക്ക് കടന്നു പോകണം. അതുപോലെ തന്നെ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ പരിധി വരുമ്പോൾ പിണറായി വിജയന്റെ മകനും ഈ കേസിനകത്ത് പ്രതിയാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അത് ആ രീതിയിൽ വന്നാൽ മാത്രമേ നമുക്ക് നീതി കിട്ടിയെന്ന് പറയാൻ കഴിയുള്ളൂ. ഇതില് ലൈഫ് മിഷൻ ചെയർമാൻ ആയിരുന്നത് പിണറായി വിജയനായിരുന്നു അല്ലേ? ലൈഫ് മിഷൻ ചെയർമാൻ പിണറായി വിജയനും വൈസ് ചെയർമാൻ AC മൊയ്തീനായിരുന്നു. അപ്പം ഈ വിദേശത്തുനിന്ന് ഫണ്ട് വരുമ്പം അത് ലൈഫ് മിഷന് മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ ശരിക്കും? അതെ, അത് ഈ ലൈഫ് മിഷനാണ് ഫണ്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഡയറക്റ്റ് യൂണിറ്റ് ആക്കിന് കൊടുക്കാനുള്ള ചെയ്തത്. അതാണല്ലോ ഇതിന്റെ FCRയുടെ ലംഘനം വന്നത്. അത് ഉത്തരവിട്ടത് പിണറായി വിജയനല്ലേ ചെയർമാൻ? അതെ, അതിന് രേഖകളൊന്നുമില്ല. അതൊക്കെ വാക്കാനുള്ള ഉത്തരവുകളാണ്, രേഖകളൊന്നുമില്ല ഇതിനകത്ത്. അല്ല, അതെ, ഒരു ലൈഫ് മിഷന്റെ പേരിലുള്ള ഈ പ്രോഗ്രാം ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് കൊടുക്കണമെങ്കിൽ, വേറെ പ്രൈവറ്റ് ഫണ്ട് വരണമെങ്കിൽ, ഡയറക്റ്റ് വരണമെങ്കിൽ ആരെങ്കിലും നിർദ്ദേശം നൽകാതെ വരുമോ? അതാ ഞാൻ പറഞ്ഞത്, രേഖകളില്ല. ഇതിനകത്ത് ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത്. എങ്ങനെയാണ് UAE റെക്കസിന്റെ പണം യൂണിറ്റ് ആക്കിന് കൊടുത്തത് എന്നതിനെ കുറിച്ച് ആണ് ഈ FCRയുടെ പരിധിയിൽ വന്നത്. അതുകൊണ്ടാണല്ലോ FCR കേസ് നിന്നത്. അതിനകത്ത് രേഖകളില്ല, ഗൂഢാലോചനയാണ് നടന്നത്. അതെ, FCRA പ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം FCRA മറ്റു കമ്പനികൾക്ക് അയക്കാൻ പറ്റില്ല. ആ ഫണ്ട് വരുന്നത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലൈഫ് മിഷന്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക്, കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു പ്രത്യേക അക്കൗണ്ടിലേക്കേ വരാൻ പറ്റുള്ളൂ. അതേ നിയമം. അല്ല, അത് വന്നില്ല. അത് വരുന്നതിന് പകരം യൂണിറ്റ് ആക്കിന്റെ അക്കൗണ്ടിലേക്കാണ് പണം മാറ്റിയത്. അത് ഈ കോൺസ്പിറസിയുടെ ഭാഗമായിരിക്കുന്നത്. വിജയനെ ഒഴിവാക്കാൻ പറ്റുമോ അന്നേരം? പിണറായി വിജയനി പിന്നെ AC മൊയ്തീനൊക്കെ അതിന്റെ അകത്ത് യഥാർത്ഥ അന്വേഷണം നടക്കുമ്പോൾ ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും പ്രതിയാവുമല്ലോ. അത് മാറ്റുന്നില്ല. അപ്പൊ ഇപ്പം ശരിക്കും അന്വേഷണം പൂർത്തിയായില്ല എന്നുള്ളതാണ്. അന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണ്, അന്വേഷണം തുടങ്ങാനേ കഴിഞ്ഞില്ല എന്ന് പറയുവാണെങ്കിൽ. ഇത് അട്ടിമറിക്കപ്പെട്ടു, BJP ഗവൺമെന്റ് BJPയുടെ സ്വാധീനത്തോടെ അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആരോപണം വന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇത്രയും കാലം ഈ അന്വേഷണം നടക്കാതിരുന്നത്. ഈ അന്വേഷണം നടക്കാതിരുന്നത് തന്നെ അതിന്റെ ഭാഗമായിട്ടാണ്. ഇവര് തമ്മിലുള്ള ഡീലാണെന്ന് പറയാൻ പറ്റുമോ? ഈ കേസ് സുപ്രീം കോടതിയെ പരിഗണിക്കുകയും സുപ്രീം കോടതിയിൽ സ്റ്റേ പെറ്റീഷൻ മൂവുകയും കേസ് കയറിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം, അതുപോലെ തന്നെ വിജിലൻസ് കേസ് എടുത്തത്, ഇതെല്ലാം ഇവരെല്ലാവരും അറിഞ്ഞിട്ട് നടന്ന സംഭവം തന്നെയാണ്. CBIയിലെ അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനകത്ത് വേറെ വിഷയമൊന്നുമില്ല, അവർ ശരിയായിട്ടാണ് അന്വേഷിച്ചത്. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ അവർക്ക് അന്വേഷിക്കാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് അവരിപ്പോ ചാർജ് കൊടുത്തിട്ടുള്ളത്. മറ്റ് കേസുകൾ പോലെയല്ല. മറ്റ് സംസ്ഥാനത്തെ ED കേസാണെങ്കിലും CBI കേസുകളൊന്നും പരാതിക്കാരുണ്ടാവാറില്ല. അത് സൊമോട്ടോ എടുക്കുന്ന കേസുകളാണ് ഈ PMLAയിൽ വരുന്നത്. ഇതിനകത്ത് CBI കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ഞാൻ പരാതിക്കാരനായതുകൊണ്ട് എനിക്ക് കോടതിയിൽ എല്ലാ സമയത്തും നിരീക്ഷിക്കാനും ഇടപെടാനും കഴിയും. മറ്റു കേസുകളിൽ FIRകളിൽ പരാതിക്കാർ EDയുടെ പരാതിക്കാരുണ്ടാവില്ല. ED നേരിട്ടിരിക്കുന്ന കേസുകളാണ്. അതെ, ഞാനിപ്പോ ഇതിൽ കൊടുത്ത മാതിരി ലാവ്ലിൻ കേസിൽ ഞാൻ പെറ്റീഷനായ പോലെ
അതന്നെ അതന്നെ. ഇതിനകത്ത് നമ്മൾ പരാതിക്കാരാണ്. മറ്റേ കേസുകളിൽ പരാതിക്കാരുണ്ടാവാറില്ല സാധാരണ. അപ്പം നോക്കാം. അപ്പം ഇതില് പൂർണ്ണമായ അന്വേഷണം നടന്നില്ല. അന്വേഷണം കൃത്യമായി നടന്നാൽ പിണറായി വിജയനും AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ പ്രതികളാവും. ഉറപ്പായ പ്രതിയാവും. അവരല്ല ലൈഫ് മിഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും. ഇപ്പോൾ നടന്നിരിക്കുന്നത് BJP-യുമായുള്ള ഡീലിന്റെ ഭാഗമായുള്ള ഒരു അട്ടിമറിയാണെന്ന് പറയാൻ പറ്റും. അല്ല, ഈ അട്ടിമറിക്കാനുള്ള പറ്റിയിട്ടില്ല. ഇത് സ്ലോ ആക്കി നിർത്തിയ ഒരു കേസ്. അത് നോക്കട്ടെ. ഓക്കെ താങ്ക് യു.